ഇന്നത്തെ സ്നാന ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടുന്നതിന് ദൈവം നമ്മളെ സഹായിക്കേണ്ടതിന് കർത്താവിൻ്റെ സാമുവേൽ മത്തായി പ്രാർത്ഥിച്ചാട്ടെ. അവിടുത്തെ നീതിക്കായി ഞങ്ങൾ കർത്താവേ ഞങ്ങൾ സന്ധ്യയോട് അടുത്ത് വരുന്നു. ഇന്ന് പകൽക്കാലം നടക്കുന്ന ഈ സ്നാന ശുശ്രൂഷയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മക്കളുടെ മേൽ ഇറങ്ങി വന്ന് വസിപ്പാൻ കൃപയണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഈ ശുശ്രൂഷയ്ക്കായി ഞങ്ങളുടെ അഭിഷക്തനെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വമെല്ലാം കർത്താവിന് അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. കൃപ തോന്നി പ്രാർത്ഥന കേൾക്കണമേ. വർഷങ്ങൾക്ക് മുമ്പ് മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഈ ലോകത്തിൽ തൃത്വത്തിൽ രണ്ടാമനായ പുത്രൻ മിശിഹയായി അവതരിച്ചു. ബേത്ലഹേമിലെ പുൽക്കൂട്ടിൽ ശീലകളാൽ ചുറ്റി ഒരു പശുത്തൊഴുത്തിൽ താൻ അവതരിച്ചു. തുടർന്ന് 30 വയസ്സുകാലം ഈ ലോകത്തിൽ ജീവിച്ച് 30-ാം വയസ്സിൽ യോഹന്നാന്റെ കൈക്കീഴ് സ്നാനമേറ്റ് 3.5 വർഷക്കാലം പലസ്തീനിലുടനീളം സഞ്ചരിച്ച് രോഗികളെ സൗഖ്യമാക്കി 5 കൊണ്ട് 5000-ത്തെ പോഷിപ്പിച്ച് മരിച്ചവരെ പോലും ഉയർപ്പിച്ച് മെസ്സിയായാണെന്ന് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണെന്ന് തെളിയിച്ചു. ഒടുവിൽ പീലാത്തോസിന് മുമ്പിൽ നല്ല സ്വീകാരം കഴിച്ച് വരുവാനുള്ള മെസ്സിയ മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരനായവൻ പ്രൈസ് ഗോഡ് ആകാശ മേഘങ്ങളെ വാഹനമാക്കി വരുന്നത് ലോകം മുഴുവൻ കാണുമെന്ന് അരുളി ചെയ്യുന്നു. മഹാപുരോഹിതന്മാരാൽ ശാസ്ത്രിമാരാൽ പിടിക്കപ്പെട്ട് പീലാത്തോസിനാൽ വിധിക്കപ്പെട്ടു 2 കള്ളന്മാരുടെ മധ്യേ ഗൊൽഗോഥാ മലയിൽ 3 ആണികളിൽ ആകാശത്തിന് ഭൂമിക്കും മധ്യേ തൂങ്ങിക്കിടന്നുകൊണ്ട് മാനവജാതി രക്ഷയ്ക്കായി സകല നിവൃത്തിയായെന്ന് പറഞ്ഞ് ജീവൻ വിട്ട ജീവൻ ഏൽപ്പിച്ചു കൊടുത്ത യേശു ക്രിസ്തു അരിമത്തിയിലെ യോസഫിന്റെ കല്ലറയിൽ അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. 40-ാം നാൾ ശിഷ്യന്മാർ കാണുകയെ ആരോഹണം ചെയ്തവൻ, സ്വർഗാരോഹണം ചെയ്തവൻ കർത്താവായ യേശു ക്രിസ്തു പോയ പോലെ വീണ്ടും വരുമെന്ന് ഒലിവുമലയിൽ ദൂതന്മാർ വിളിച്ചു പറഞ്ഞവൻ. ഇത്രയും താമസിയാതെ സഭയെ ചേർക്കാൻ വരുന്ന യേശു പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സഭയെ ഉളവാക്കിയവൻ ദൈവത്തിന്റെ പുത്രനെന്ന് ആരും വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുവിനെന്ന വചനവും നിന്റെ വിസാക്ഷ്യവും ആധാരമാക്കി ഞാൻ നിന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വിശ്വസ്തനായിരിക്കാം. എന്നാൽ ഈ ജീവകിരീടം എന്റെ ഗർഭിണിയായ മകനെ പ്രസവിക്കുമെന്ന വാക്യപ്രകാരം ഭൂമിയിൽ ജനിച്ചവനും സുവിശേഷങ്ങളിൽ പ്രസ്താവിക്കപ്പെട്ടവനും ലോകമെങ്ങും പ്രസംഗിക്കപ്പെടുന്നവനുമായ കർത്താവായ യേശു ക്രിസ്തു മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ ആമേൻ 2 കള്ളന്മാരുടെ മധ്യേ ക്രൂശിൽ കിടന്ന് അവസാനത്തിൽ രക്തം വരെ ചിന്തി സകലം നിവൃത്തിയായെന്ന് പറഞ്ഞ് രക്ഷയുടെ വേറെ തികച്ച യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് മറിയയ്ക്കും 12 പൗലോസിനും പ്രത്യക്ഷനായവൻ. ഒടുവിൽ 50-ാം നാൾ സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ അയച്ച് സഭയെ ഉളവാക്കിയവനായ യേശു ക്രിസ്തു ആ സഭയെ ചേർക്കുവാൻ വേഗത്തിൽ മേഘാരൂഢനായ ഒരു യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനെന്ന് വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുന്നവർ വന്നു നിന്റെ സാക്ഷിയും ആധാരമായി ഞാൻ നിന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു കൊടുക്കുന്നു. പ്രവചിച്ച് 4000 വർഷം ഇസ്രായേൽ കാത്തിരുന്നവനായ മെസ്സിയ ജനത്തിന്റെ പാപപരിഹാരത്തിനായി ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച തൃത്വത്തിൽ രണ്ടാമനായ യേശു ക്രിസ്തു ശാസ്ത്രിമാരുടെ 12-ാം വയസ്സിൽ വേദപ്രമാണങ്ങൾ മുഴുവൻ അവൻ തർക്കിച്ച് അവർക്ക് മുമ്പിൽ ഗ്രഹിച്ചു കൊടുത്ത യേശു ക്രിസ്തു കടലിൽ നടന്നവൻ 5 കൊണ്ട് 5000-ത്തെ പോഷിപ്പിച്ചവൻ മരിച്ചവരെ ഉയർപ്പിച്ചവൻ രോഗികളെ സൗഖ്യമാക്കിയവൻ ഒടുവിൽ പീലാത്തോസിനാൽ വിധിക്കപ്പെട്ട ഗൊൽഗോഥാ